നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് ഇതിൻ്റെ പ്ലൂരൽ സെൻസിലാണ്. പ്ലൂരൽ സെൻസിൽ വി ക്യാൻ അഗ്രിഗേറ്റ് ദ ഫാക്ട് എഫക്റ്റഡ് മാർക്കറ്റ് കണ്ടെയ്ൻ എക്സ്റ്റെൻഡ് ടു മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ആക്യുറസി ആയിട്ടുള്ള കളക്ഷൻ ഓഫ് സിസ്റ്റമാറ്റിക് മാനറുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് പേർപ്പസ് ആണ് ഇതിലുള്ളത്, പ്ലൂരൽ സെൻസിൽ അല്ലെങ്കിൽ പ്ലൂരൽ റിലേഷൻസ് എന്നിവ ഇതിലുള്ളത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സിന് പ്ലൂരൽ സെൻസ് എന്ന് പറയുന്നത്, അതായത് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്ലൂരൽ സെൻസിലാണ്. പ്ലൂരൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. പ്ലൂരൽ സെൻസിൽ മീൻസ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഫാക്ട് അഫക്റ്റഡ് ഇൻ എക്സ്റ്റെൻഡ് ഇൻ മൾട്ടിപ്ലിസിറ്റി ആൻഡ് കോസ് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. അതായത് നമ്മൾ ഒരു ഡാറ്റയെ അല്ലെങ്കിൽ ഒരു ലൈഫിലത്തെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി ലൈഫിലുള്ള ഒരു കാര്യത്തെ ന്യൂമറിക്കലി നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമറിക്കലി അസസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? റീസണബിളായിട്ട് അത് ന്യൂമറിക്കലി നമ്മൾ അസസ് ചെയ്യുമ്പോൾ അത് ആക്യുറസി ആയിരിക്കും. ന്യൂമറിക്കലി ആണ് അത് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഏതിലുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉള്ളത്. ഇൻ പ്ലൂരൽ സെൻസിൽ എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കലി. അതുകൊണ്ട് ഇത് ന്യൂമറിക്കലി എന്താണ്? ന്യൂമറിക്കലി കോൾഡ് ആസ് സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് റിമൈനിങ് ഇൻകം. അതായത് ന്യൂമറിക്കലി എന്ന് ഇത് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? സ്റ്റാറ്റിസ്റ്റിക്സിന് ഇൻകം, പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ, പ്രൈസസ് അങ്ങനെയുള്ള അതർ വേർഡ്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യുന്നത്? ന്യൂമറിക്കലി ആണ് ഇത് അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡാറ്റയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ അഗ്രിഗേറ്റീവ് ഫാക്റ്റ് ആണ്. ഏതെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഫാക്ട്. എ സിംഗിൾ ഒബ്സർവേഷൻ ഈസ് നോട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഏതിൽ പറ്റൂല? ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ പറ്റില്ല. ഇതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യുന്നത് ന്യൂമറിക്കലി അനലൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പിനെയാണ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ നടത്തുക. ഇപ്പോൾ ഗ്രൂപ്പ് ഒബ്സർവേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ളത് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്കൂൾ ബേസ്ഡ് ആയിട്ട് നമ്മൾ എക്സാം യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തും. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തുമ്പോഴേ നമ്മളതിനെ എങ്ങനെ ന്യൂമറിക്കലി ആയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യും എന്നുള്ളത് വെച്ചാൽ, ഇപ്പോൾ 3 കുട്ടികളെ മാർക്ക് ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണ്. ഒരു 3 കുട്ടികളെ മാർക്ക് ലിസ്റ്റ് എടുത്താൽ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 3 കുട്ടികളെ മാർക്ക് എടുക്കുമ്പോൾ 35, 75 3 കുട്ടികളെ മാർക്ക് എന്നുള്ളത് ഈ മാർക്ക് ബേസ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ആവറേജ് കാണുക. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ആവറേജ് മാർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒബ്റ്റെയിൻ ചെയ്യും. ഇപ്പോൾ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ആവറേജ് മാർക്ക് ഈ 3നെയും കൂടി എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. 80. പിന്നെ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എടുക്കുക, ആവറേജ് മാർക്ക്, ഹയസ്റ്റ് മാർക്ക് കൊടുക്കുക, ലോവസ്റ്റ് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? അതിനെ ആവറേജ് ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഫക്റ്റഡ് മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് ജനറലി ഫാക്ട് ദാറ്റ് ഫിഗേഴ്സ് അഫക്ട് നമ്പേഴ്സ് ഓഫ് ഫാക്ടർ വർക്കിംഗ് ടുഗെദർനെസ്. ഇത് മൾട്ടിപ്ലൈ എന്ത് ചെയ്യുക? അതിൻ്റെ കോസസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റെയിൻഫോൾ, മെത്തേഡ്സ് ഓഫ് സീഡ്സ്, മാനുവർ, സോയിൽ ഫെർട്ടിലിറ്റി അങ്ങനെയുള്ളതിലൊക്കെ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് വരുമ്പോൾ അത് ഏതിനെ ബേസ് ചെയ്യും? ഏതിനെ എഫക്റ്റ് ചെയ്യും? സ്റ്റാറ്റിസ്റ്റിക്സിനെ എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ന്യൂമറിക്കലി എക്സ്പ്രസ്. നേരത്തെ പറഞ്ഞതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അത് ഇത് ചെയ്യുന്നത്? ന്യൂമറിക്കലി ആണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ ന്യൂമറിക്കലി നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും
എപ്പോഴും എന്തെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുന്നത്. ദ പോപ്പുലേഷൻ ഇൻക്രീസിങ് ഇന്ത്യൻ്റെ പോപ്പുലേഷന് കൂടുന്നതിനനുസരിച്ച് എന്ത് പറയും, പെർ ക്യാപിറ്റ ഇൻകം ലോ ആവും. അപ്പോൾ അങ്ങനെയുള്ളതിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതിലൂടെയാണ് അത് അനലൈസ് എടുക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിലൂടെയാണ് നമുക്ക് അത് പോപ്പുലേഷൻ്റെ വേരിയേഷൻസോ അതൊക്കെ നമ്മൾ ന്യൂമറിക്കലി കണക്കാക്കി ഇതിലൂടെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസിലൂടെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതായത് ഇതിൻ്റെ കളക്ഷൻ, ഈ ഡാറ്റ അനലൈസുകൾ കളക്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് നമ്മളിതിൻ്റെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഷുഡ് ബി പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡാറ്റ കളക്ഷൻ നൽകുക. അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മിസ്ലീഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും, കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഇതിലുള്ളത്, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉള്ളത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ മസ്റ്റ് ബി ഒബ്റ്റൈൻ എ റീസണബിൾ ഡിഗ്രി ഓഫ് ആക്യുറസി. ഇതിനെന്തുണ്ടായിരിക്കും, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ആ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും, അത് നമ്മൾ ഏതിലാണോ ഉള്ളത് അപ്രോക്സിമേറ്റ് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അനലൈസിൽ നിന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ഡിസൈഡാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇത് അഗ്രഗേറ്റ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്പിൾസിറ്റിയാണ്, അതായത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസിറ്റി ഓഫ് കോസസ് ആണ്. നെക്സ്റ്റ് വൺ ന്യൂമറിക്കൽ, ഇത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ന്യൂമറിക്കലിയാണ് അനലൈസ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടായിരിക്കും, പിന്നെ ഇതിൻ്റെ റീസണബിൾ ആയിരിക്കും, ആക്യുറസി ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസിന്, അതായത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പർപ്പസിന് ഉതകുന്ന തരത്തിലുള്ള റിസൾട്ട് അല്ലെങ്കിൽ കൺക്ലൂഷൻ ആയിരിക്കും ഏതിലുണ്ടാവുക, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അനലൈസിസിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഇത്രയും എടുത്തത് ഒരു പ്ലൂറൽ സെൻസിലാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിംഗുലർ സെൻസ് ആണ്. സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സിംഗുലർ സെൻസിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് relating collection, classification and presentation, analysis and interpretations of quantitative datas. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിൽ നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് ഏതിലൊക്കെയാണ്, സിംഗുലറിൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഏതിലാണ്, കളക്ഷൻസിനെയാണ്, ക്ലാസിഫിക്കേഷൻസ് ആണ്, പ്രസൻറ്റേഷൻ ആണ്, അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. അതൊക്കെ എന്താണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിലൂടെ അനലൈസ് ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്, സിംഗുലർ ഫോം ഓഫ് സെൻസിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫസ്റ്റ് വൺ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സിംഗുലർ സെൻസസ് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ. നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ എന്തിനെ അനലൈസ് ചെയ്യുന്നതിന് ഫസ്റ്റ് എന്തായിരിക്കണം, അത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ടുള്ളതും സെക്കൻഡറി ആയിട്ടുള്ളതും ഡാറ്റ കളക്ഷൻസ് ആണ് നടക്കുന്നത്. ഈ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, കളക്റ്റഡ് ടു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതായത് നമ്മൾ സർവേ നടത്തുമ്പോൾ അല്ലെങ്കിൽ സർവേകൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് പ്രൈമറിലി ഡാറ്റാസ് കിട്ടുക. നെക്സ്റ്റ് വൺ സെക്കൻഡറി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക, സെക്കൻഡറി ഡാറ്റാസ് പറയുമ്പോൾ നമ്മൾ ഒരാൾ ചെയ്തതിൽ നിന്ന് വീണ്ടും എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് അത് സെക്കൻഡറി ഡാറ്റാസ് വരിക. അപ്പോൾ ഈ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം, പ്രൈമറി ഡാറ്റ കളക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ആ പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സർവേകളാണ്, ഒബ്സർവേഷൻ ആണ്, എക്സ്പെരിമെൻറ്റേഷൻസ് ആണ്. അങ്ങനെയുള്ള റൂട്ടിലൊക്കെയാണ് എന്ത് നടക്കുന്നത്, ഈ കളക്ഷൻ ഓഫ് ഡാറ്റാസ് നടക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ പ്രൈമറി ഡാറ്റാസ് കളക്ഷൻ എന്ന് പറയുന്നത് പ്രീവിയസ്ലി പബ്ലിഷ് ചെയ്യുന്നതല്ല, സെക്കൻഡറീസിലാണ് എന്ത് ചെയ്യുന്നത്, പ്രീവിയസ്ലി പബ്ലിഷ് ചെയ്തതിനെ എടുക്കുന്നതാണ് ഇത് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറയും. ഇതിലെന്ന് പറയുന്നത് സിംഗുലർ ഫോമിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റ കളക്ഷൻസിലൂടെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് നടക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി
സെക്കൻഡറി പറഞ്ഞല്ലോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ആ ഡാറ്റയുടെ അറേഞ്ച്മെൻറ്റ്സിനെയാണ് കാണിക്കുന്നത്. അതായത് കമ്പാരിസൺസ് ഓഫ് അനലൈസിസ് ആണ്. അതായത് അതിൻ്റെ ഫെസിലിറ്റി ഫർദർ ആയിട്ടുള്ള പ്രൊസീജിയർ അതിന് പോസിബിളാണോ നോട്ട് എന്നുള്ളതിന് ഒരു അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഡാറ്റ തന്നെയാണ് കാണിക്കുന്നത്. ഏതിൽ? ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതിൽ. അതായത് സിമിലർ ഡാറ്റാസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഫർദർ അനലൈസിസ് എങ്ങനെയുള്ളതായിരിക്കണം? അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ്. പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് അട്രാക്റ്റീവ് മാനർ ആയിട്ടുള്ള ഈസിലി ആയിട്ടുള്ള അനലൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അതായത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ കളക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കുക. ഡാറ്റ കളക്ഷൻ നടത്തുമ്പോഴും നമ്മൾക്ക് എങ്ങനെയുള്ളതായിരിക്കണം? പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റുവൽ ആയിരിക്കണം, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കണം, പിന്നെ അതിന് ടാബുലർ പ്രസൻറ്റേഷൻസ് ഉണ്ടായിരിക്കണം, ഡയഗ്രമാറ്റിക് അങ്ങനെയുള്ള ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഡാറ്റയുടെ പ്രസൻറ്റേഷൻ നമുക്ക് അവതരിപ്പിക്കാൻ ഏതിൽ പറ്റും? അതാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് അനലൈസിസ് ഓഫ് ഡാറ്റയാണ്. അനലൈസിസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ്, പ്രസൻറ്റഡ്, നീഡ് ബി അനലൈസ്ഡ്. അങ്ങനെ കളക്ഷനും ഓർഗനൈസേഷനും പ്രസൻറ്റേഷനും ഒക്കെ ആയിട്ട് നീഡ് ടു ബി അനലൈസേഷനാണ് ഏതിൽ കാണിക്കുന്നത്? അനലൈസിസ് ഓഫ് ഡാറ്റ എന്നുള്ളതിൽ പറയുന്നത്. ഈ അനലൈസേഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡാറ്റ അതിൽ എക്സ്ട്രാക്റ്റഡ് ആണോ എന്നുള്ളതും എന്തിൻ്റേതാണ്? അനലൈസിസ് ഓഫ് ഡാറ്റേൻ്റെ ഇതാണ്. ഇതിലെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത് ഈ അനലൈസിസ് ഓഫ് ഡാറ്റേൻ്റെ മെയിൻ ടൂൾ മീൻ, മീഡിയൻ, അങ്ങനെ മോഡ്, അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? അനലൈസിസ് ഓഫ് ഡാറ്റ നടക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഡാറ്റയാണ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിംഗുലർ സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അതിൻ്റെ എൻക്വയറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് കൺക്ലൂഷൻ, ഫോർമുലേറ്റ് സർട്ടൻ പോളിസികൾ. ആ പോളിസികളിൽ ഇൻ്റർപ്രിട്ടേഷൻസ് നടത്തി ഫോർമുലേഷൻ, അതായത് മുന്നേ നടത്തിയ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസ് നടത്തുമ്പോൾ പഴയ പോളിസീസിനെ ചെയ്തിട്ടുള്ളതിൽ നിന്ന് പുതിയൊരു പോളിസീസിനെ ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഇതിൽ നടക്കുന്നത് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഡാറ്റ എന്നുള്ളത് നടക്കുന്നത്. അപ്പോൾ സിംഗുലർ സെൻസിൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ് ഏതൊക്കെ? കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അനലൈസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഡാറ്റ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ഡാറ്റാസ് ആണ്. ഫങ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് സിംപ്ലിഫൈ കോംപ്ലക്സ് ഇൻ ഡാറ്റ. അതായത് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഒരു കാര്യത്തിനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെയാണ്? ഈ അനലൈസിസിലൂടെയാണ്. നമ്മളിപ്പോൾ ടോട്ടൽ കാണണമെങ്കിൽ, ആവറേജസ് കാണണമെങ്കിൽ, പെർസെൻറ്റേജസ് കാണണമെങ്കിൽ, നമ്മളിപ്പോൾ ഈ സ്കൂളിൽ മാർക്ക് ലിസ്റ്റിൻ്റെ ആവറേജ് കണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജസ് കാണുന്നതിന് അതിനൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ഈ അനലൈസിസ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് സിമ്പിളായിട്ട് കോംപ്ലക്സ് ഡാറ്റ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫെയ്ഡ് ഡെഫിനിറ്റ് ഫോം. ഇതിൻ്റെ ന്യൂമറിക് ഇതിനൊരു ഡെഫിനിറ്റീവ് ഫോമാണുള്ളത്. അത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഫോമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊവൈഡ് ടെക്നിക് ഓഫ് കമ്പാരിസൺസ് ആണ്. ടൂൾ എന്ന് പറയുന്നത് ആവറേജ്, റേഷ്യോ, പെർസെൻറ്റേജ്, അതിനെയൊക്കെ ഒരു ടെക്നിക്കൽ റൂൾസ് ആണ്. പിന്നെ സ്റ്റഡീസ് ഇൻ എ റിലേഷൻഷിപ്പാണ്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ്, അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൽ ഡിമാൻഡ്, സപ്ലൈ അങ്ങനെയുള്ളതിനെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ കോറിലേഷനാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോർട്ട്, വേജ്, പോളിസി അങ്ങനെയുള്ളതിനെയൊക്കെ കുറിച്ചിട്ട് ഉള്ള ഫങ്ഷൻസും ഇതിലുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക് ഹെൽപ്പിന് ഫോർകാസ്റ്റിങ്ങിന് ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലാസ്റ്റ് വൺ ലിമിറ്റേഷൻസ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റഡി ചെയ്ത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇത് ഒരു ക്വാണ്ടിറ്റേറ്റീവിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഈ അനലൈസിസ് നടക്കുന്നത്. ഇതൊരു ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് നടത്താൻ പറ്റും? സ്റ്റാറ്റിസ്റ്റിക് അനലൈസ് നടത്താൻ പറ്റും. ക്വാളിറ്റി മീൻസ് എന്താണ്? നമ്മളെ ഹോണസ്റ്റി, ഇൻ്റലിജൻസ്, പോവർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ ഏതിന് പറ്റൂല? ഈ ഡാറ്റ അനലൈസിസിനെ പറ്റൂല. പിന്നെ ഇറ്റ്സ് നോട്ട് എ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിനെ പഠിക്കാനോ എന്തിന് പറ്റൂല? ഈ അനലൈസിസിന് പറ്റൂല. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ട്രൂ ഓൺലി ഇൻ ആവറേജ്. ഇതിൻ്റെ നമ്പർ ഓഫ് കോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സിന് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇത്
ഉള്ള കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസിൽ നടക്കുന്നത്. അപ്പം ലിമിറ്റേഷൻസ് എന്ന് പറയുന്നതിൽ ലാസ്റ്റ് വൺ ആണ്, അത് മിസ്യൂസ് ചെയ്യപ്പെടാം. എപ്പോഴും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മിസ്യൂസ് ചെയ്യപ്പെടാം, പിന്നെ മാത്തമാറ്റിക്കലി ആക്യുറസി ആയിട്ടുള്ളതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അനലൈസ് എന്നുള്ളതിലുള്ളത്.